ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, യോനയുടെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യം. യോന ചുറ്റുമുള്ളവരോട് പറഞ്ഞു, എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക, അപ്പോൾ കടൽ ശാന്തമാകും. ഞാൻ നിമിത്തമാണ് ഈ വലിയ കൊടുങ്കാറ്റ് നിങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതെന്തൊരു വലിയ തിരിച്ചറിവാണ്. ഒളിച്ചോടിയ യോന തൻ്റെ ചുറ്റുമുള്ളവരോട് അങ്ങോട്ട് പറയുക, പോംവഴി പറഞ്ഞു കൊടുക്കുക, എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക, കടൽ ശാന്തമാകും. കാരണം ഞാൻ മുഖാന്തരമാണ് ഈ വലിയ കൊടുങ്കാറ്റ്, ഞാൻ വഴിക്കാണ്, ഞാൻ മൂലമാണ് ഈ കൺഫ്യൂഷൻ, ഞാൻ മൂലമാണ് എൻ്റെ കുടുംബത്തിൽ ഈ പ്രശ്നം, ഞാൻ മൂലമാണ് എൻ്റെ പള്ളിയിലെ ഇടവകയിൽ ഈ ബുദ്ധിമുട്ട്, ഞാൻ മൂലം എൻ്റെ കൂട്ടായ്മ, എൻ്റെ കമ്പനി, എൻ്റെ ബിസിനസ്, എൻ്റെ ജോലി മേഖല ഞാൻ മുഖാന്തരം സഹിക്കുന്നുണ്ടോ എന്ന തിരിച്ചറിവ്. ഈ വലിയ കൊടുങ്കാറ്റിൻ്റെ പിന്നിൽ ഞാനുണ്ടെന്ന് പറയാനുള്ള ആർജവത്വം. അതുകൊണ്ട് മാത്രമാണ് ഈ തിമിംഗലത്തിൻ്റെ വായിൽ നിന്ന് പോലും ദൈവം ഇവനെ രക്ഷിക്കുന്നത്. സത്യമുള്ള മനുഷ്യൻ, ഞാൻ മുഖാന്തരമാണ് ഈ കൊടുങ്കാറ്റ്, ഞാൻ മൂലം ചില തകർച്ചകൾ എൻ്റെ വീടിനുണ്ട്, ഞാൻ മൂലം കുറച്ച് പ്രശ്നങ്ങൾ എൻ്റെ ഗ്രാമത്തിനുണ്ട്, ഞാൻ വഴിക്കാണ്, ഞാൻ മൂലമാണ് എൻ്റെ ഇടവക ഇച്ചിരി ഭാരപ്പെടുന്നത്, ഞാൻ മൂലമാണ് എൻ്റെ ഓഫീസിൽ ഇച്ചിരി ഭാരം, ഞാൻ മൂലമാണ് ഞങ്ങളുടെ ഒരുമിച്ചുള്ള ബിസിനസ്സിന് പരാജയം. ഇങ്ങനെ സ്വയം കരുതുന്ന മനുഷ്യരുണ്ടാകുമ്പോൾ, സ്വയം വിലയിരുത്തുന്ന മനുഷ്യരുണ്ടാകുമ്പോൾ തിമിംഗലത്തിൻ്റെ വായിൽ നിന്നും രക്ഷപ്പെട്ട് ഒടുവിലെല്ലാം നന്മയായി കലാശിക്കും. എല്ലാം നന്മയായി കലാശിക്കണമെങ്കിൽ ഏറ്റവും വലിയൊരു അഭിഷേകം, ഞാൻ മൂലമുള്ള കുറവുകൾ ഞാൻ തിരിച്ചറിയുക. ഇത് വലിയൊരു വിജയമാണ്. ഇങ്ങനെ തിരിച്ചറിയാൻ ഒരു അഭിഷേകം കർത്താവ് ഇന്നത്തെ ദിവസം, ഞാൻ മൂലം എൻ്റെ ചുറ്റുപാടുകൾക്ക് വന്ന ഭാരം തിരിച്ചറിയാൻ ഒരു അഭിഷേകം കർത്താവ് നമുക്ക് നൽകട്ടെ. ആമേൻ ആമേൻ.